വളരെ നല്ല ബസ് DS ട്രാവൽസിൻ്റെ വിറ്റോണ്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് ബസ് കയറിയിരിക്കണം. മടുപ്പ് ബസ്സാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആ സെയിം ബസ്സല്ല ഇത്. ഇതൊരു വോൾവോ ആണെന്ന് മാത്രം. എത്ര നല്ല പെർഫെക്റ്റ് ബസ്സല്ല. ക്ലീനിനൊക്കെ മടുപ്പാണ്. എന്നാലും യാത്ര ചെയ്ത് പോവാം. ഞാൻ കിടന്നു തുടങ്ങാം. നമ്മൾ ഈ വണ്ടി മൾട്ടി ആക്സിൽ വോൾവോ എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഇത് വെറും തല്ലിപ്പൊളി വണ്ടിയായിരുന്നു. DS ട്രാവൽസിൻ്റെ അമ്മമാരൊക്കെ വഴി സൈഡിൽ ഇരുന്ന് വിറ്റുകൊണ്ടിരിക്കുക. രാവിലെ കല്യാണത്തിനും ഫങ്ഷൻസിനൊക്കെ പോകാൻ വേണ്ടി. ബസ്സേ ഒന്നും വഴിപാളയല്ല കറക്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം കലാശിപ്പാളയത്തും ഇപ്രാവശ്യം മടിവാളയിൽ നമുക്ക് മടിവാള സിൽബോഡി വന്നിട്ട് മടിവാളയ്ക്ക് നടക്കുക. നമ്മളൊരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. കേരള സ്റ്റൈല് എഗ് കറി, ഇഡ്ഡലി, ദോശ, പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, അപ്പോൾ ഇതൊക്കെ ഉണ്ട്. നമ്മളിവിടെ കയറി ഇതിൽ കഴിച്ചിട്ട് ഇവിടെ നേരെ റൂം എടുക്കുക. റൂമിൽ കയറി കുളിച്ച് ഫ്രഷ് അവേഴ്സ്. ഈവനിങ്ങിൽ ബസ് കയറി നേരെ കൊണ്ടുപോയി. ഓക്കെ ബൈ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മടിവാളയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഞാൻ നീങ്ങുവാണ്. ഭയങ്കര ഇതായിട്ട് ആൾക്കാരൊന്നും ഇല്ല, ഫുള്ള് കാലിയാണ്. ഇപ്പോൾ റൂമൊന്നും കിട്ടിയിട്ടില്ല. ഇത്രനായിട്ടും ഏതെങ്കിലും റൂം കിട്ടുവാണെങ്കിൽ അവിടെ പോയിട്ട് താമസിച്ചിട്ട് വൈകുന്നേരത്തെ ബസ്സിൽ പോകാനുള്ള പ്ലാനാണ്. അപ്പം ക്യാഷ് വേസ്റ്റ് ആക്കണമെന്ന് ഞാൻ ആലോചിക്കാം. പൈസ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ആയിപ്പോയി. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ ഇല്ല. അപ്പം റൂമിൽ നിന്ന് ഇറങ്ങി നേരെ MG റോഡ് വരെ പോവാ. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡെല്ലാം കഴിച്ചിട്ട് സിനിമ ഗറ് കാണാൻ പോകും. ഗറ്. അപ്പം രാത്രി 10 മണിക്ക് വണ്ടി ബുക്ക് ചെയ്തേക്കുന്നത്. 10 മണിയാകുമ്പോൾ വണ്ടി വരും. അപ്പം MG റോഡ് പോയിട്ട് ഇതാണ് നമ്മുടെ മടിവാള. രാവിലെയും ഈവനിങ് ടൈമും ഇവിടെയാണ് വണ്ടിയും ബസ്സെല്ലാം വന്ന് സ്റ്റോപ്പും പിന്നെ ബോർഡിങ്ങും ഇവിടുന്ന് നടക്കുന്നത്. മടിവാളയിൽ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് നൈറ്റിൽ പോകേണ്ടത് ഇവിടുന്നാണ് വണ്ടി പോകേണ്ടത്. 10 മണിയാകുമ്പം നമ്മുടെ ബാംഗ്ലൂരിൽ ഒറ്റയ്ക്കൊരു വൈബില്ല. ബസ് വരുന്നുണ്ടോ? ബാംഗ്ലൂരിൽ ഒറ്റയ്ക്ക് വൈബില്ല. രണ്ടുപേരുമായിട്ട് വന്നാലേ ഒരു പൊളിക്കാൻ പറ്റും. രണ്ടുപേരെന്ന് പറഞ്ഞാൽ കൂട്ടുകാരായാലും വേണം, ഫ്രണ്ട്സായാലും വേണം. അങ്ങനെ അടിച്ച് പൊളിക്കാൻ പറ്റുള്ളൂ. അതില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങുന്നതുകൊണ്ടൊരു ബോറിംഗ് ആണ് ഗൈസ്. അതുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കാം. ബാംഗ്ലൂർ കൊണ്ടിട്ട് അതെങ്കിലും ഉണ്ടെങ്കിൽ വരുവാണെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ വണ്ടി കയറി നേരെ MG റോഡിലോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് കുറച്ച് ഫുഡ് കഴിക്കണം. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വണ്ടി കിട്ടിയത്. അപ്പം MG റോഡിൽ പോയിട്ട് നമ്മുടെ സലീബ്രോടെ ഹോട്ടലുണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിച്ച് നേരെ ഒന്ന് MG റോഡ് ഇറങ്ങി ടീഷർട്ട് മേടിക്കണം. മേടിച്ചിട്ട് നേരെ ഗരുഡാമലയിൽ പോയി ഒരു മൂവി പിന്നെ നൈറ്റ് പോകണം.
ഞാൻ പിന്നെയും നമ്മുടെ ബ്രിഗേഡ് റോഡിൽ എത്തിയിരിക്കുകയാണ്. റോഡ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു. നേരെ ബ്രിഗേഡ് റോഡിൽ നമ്മുടെ വോക്ക് വേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ടീഷർട്ട് മേടിച്ചു. ഇവിടുന്ന് ബസാറിൻ്റെ ഇവിടുന്ന് വെളിയിലോട്ടാണ് വരുന്നത്. ടീഷർട്ടും മേടിച്ച് ഞാൻ പുറത്ത് ഗിൽഡാമാളിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയിൽ ഷോപ്പുണ്ട്, അങ്ങോട്ട് പോയിട്ട് ഇവിടെ എല്ലാം ഷോപ്സാണ്. ഇത് നമ്മളെ ബ്രിഗേഡ് റോഡിൻ്റെ സിഗ്നൽ. നമ്മൾ നേരത്തെ ഈ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല എല്ലാവരെയും ഗൈസ്, നേരത്തെ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അവിടെ ഒന്നൊരു സിഗ്നൽ കഴിയുമ്പോഴത്തേന് വണ്ടി പറക്കും, ഭയങ്കര ഫാസ്റ്റായിട്ടായി. ഇവിടെ വണ്ടി നിർത്താനുള്ള നിർത്തുന്ന സമയത്ത് ക്രോസ് ചെയ്തോണം അപ്പുറത്തോട്ട്. ഗരുഡാമാളിലോട്ട് പോകുന്ന വഴിയായിരുന്നു. അപ്പം വഴിയെല്ലാം പൊളിച്ചിട്ടിരിക്കും. നേരത്തെ എനിക്കൊന്ന് റോഡ് പണിയോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും പണിയായിരിക്കും. നേരത്തെ അടിപൊളിയായിട്ട് കിടന്ന റോഡാണ് മഗ്രത്ത് റോഡ്. നമ്മൾ റോഡിലൂടെ നേരെ ഗരുഡാമാളിലോട്ട് പോവാണ് ഞാൻ ഗൈസ്. ഓക്കെ ഗൈസ്, ബാംഗ്ലൂരിൻ്റെ പഴയ ഒരു ആൾക്കാർക്ക് ഇപ്പം ഇല്ല. ബാംഗ്ലൂർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാംഗ്ലൂർ പുറം കിടക്കുന്ന പോലെ. വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഇതിനു മുമ്പ്. ഇത് നമ്മൾ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഗൈസ്. ബാംഗ്ലൂർ ഗരുഡാമാൾ ഗൈസ്. ഗരുഡാമാളിൻ്റെ ഇൻസൈഡാണ്. ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുകൊണ്ട് ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് ഇട്ടേക്കാന്ന് വെച്ചതാണ്. ഇത് ഫസ്റ്റ് സ്റ്റോപ്പിൻ്റെ ഷോപ്പ് സൈഡ് ഗൈസ്. ഓക്കെ, അവിടെ ഒരുപാട് ആൾക്കാരിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ മാളിൽ ഒരു മൂവി കാണാൻ പോവുകയാണ്. മൂവി കുഞ്ചാക്കോൻ്റെ പടമാണ്. അപ്പം സമയം കളയാൻ വേണ്ടി ഞാൻ എടുത്ത ടിക്കറ്റ്. പടം നല്ലതാണെന്ന് അറിയത്തില്ല, കണ്ടിട്ട് പടത്തിൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒറ്റയ്ക്കുള്ള കേട്ടോ. വന്നാൽ സമയം കളയാൻ ഒരുപാട് സമയത്ത് അവിടെ വന്നിട്ട് സിനിമയെ കണ്ട ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് നേരെ ഇങ്ങോട്ട് ഒരു തിയേറ്ററിലോട്ട്. ഇപ്പോഴും ഇവിടെ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഒരു സിനിമ കണ്ടിട്ടാണ് പോയത്. ഇപ്പോഴും ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് ഗൈസ്. ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ബാംഗ്ലൂർ ഒരാൾ ഗരുഡാമാളി വരണം. അപ്പോൾ ബോറടിച്ചിരിക്കുക. അതിൽ കൂട്ടുകാരൊക്കെ ഉണ്ടാകുന്ന ഒന്ന് അടിച്ച് പൊളിക്കായിരുന്നു. അപ്പോൾ ആരും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് വേറെ ആരുമില്ല നമ്മുടെ കൂടുതൽ. അപ്പം ആരിലും ഉണ്ടാകുന്ന പൊളിക്കാമായിരുന്നു. ആരുമില്ല. ഇവിടുന്ന് നേരെ ഒരു 6-7 മണിയാകുമ്പോൾ പടം തീരും. സിനിമ കഴിഞ്ഞുകൊണ്ട് നേരെ മണിവാളം പോയിട്ട് നേരെ 9 മണി 10 ബസ്സിൽ നേരെ പോകും. അതാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ പറയാനില്ല, എന്ത് പറയാനാ. മാളിനെ കുറിച്ച് ഇവിടുത്തെ ഫേമസ് മാളാണ്. ആസിഫ് അലിയുടെ ഒരു മൂവിയിലുണ്ട് ഗരുഡാമാൾ. ആസിഫ് അലിയുടെ ഒരു സിനിമയിൽ ഈ മാള് കാണിക്കുന്നുണ്ട് ശരിക്കും. പിന്നെ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ സെൻറ്ററിൽ തന്നെ ഈ മാള് സ്ഥിതി ചെയ്യുന്നത് ഗരുഡാമാൾ. ഫേമസ് ആണ് ഇവിടെ. ബാംഗ്ലൂരിൽ ഇപ്പോൾ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ്. ഓക്കെ, അപ്പം കൂടുതലും സംസാരിക്കാൻ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ സ്ക്രീൻ 1 നമ്മുടെ സ്ക്രീൻ 1 കയറണം.
അപ്പം മൂവി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി പോവുകയാണ് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് ഗൈസ്. അപ്പം എടുപ്പ് മൂവിയാണ് കേട്ടോ. മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് മടിവാളിക്ക് പോകാൻ പോയി. ജയതാമാളാണ് ബാക്ക് സൈഡിൽ. Shama bus, Atlas. ഇത്ര നേരമായിട്ട് കിട്ടിയിട്ടില്ല. ഒരുപാട് വണ്ടി പോയി, എൻ്റെ വണ്ടി മാത്രം വന്നില്ല. ആദ്യത്തെ വണ്ടി ക്യാൻസലായിപ്പോയി. രണ്ടാമത്തെ വണ്ടി ഞാൻ ബുക്ക് ചെയ്ത് എറണാകുളത്തിന്, അത് എത്തിയിട്ടില്ല. അതും ഡിലേ ആണെന്ന് പറഞ്ഞില്ല. പോസ്റ്റായിട്ട് നിൽക്കുകയാണ് നമ്മളെ വണ്ടി. സോന ട്രാവൽസ് ആദ്യത്തെ വണ്ടി ബുക്ക് ചെയ്തിട്ട് അത് ക്യാൻസലായിപ്പോയി വണ്ടി. രണ്ടാമത് വേറെ എറണാകുളത്തിനൊരു വണ്ടി എടുത്തിട്ടുണ്ട്, അതും വന്നിട്ടില്ല. ഞാൻ കുറേ നേരം എനിക്ക് വണ്ടി പോകുന്നില്ല. 2 വണ്ടി ബുക്ക് ചെയ്തപ്പോൾ ഏകദേശം 4000 രൂപ മാറി. അപ്പോൾ റീഫണ്ട് കിട്ടിയാൽ മാത്രമേ തിരിച്ചുള്ളൂ അപ്ഡേറ്റ്. അപ്പോൾ ഇനി ഒരു വണ്ടി കൂടെ വന്നില്ലെങ്കിൽ ഇന്ന് എവിടെയെങ്കിലും റൂമിൽ പോയി താമസിക്കും. ഇവിടെ ഒരുപാട് വണ്ടി വന്നു പോയി, നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി മാത്രം വന്നില്ല. എന്നാണെന്നറിയത്തില്ല. പത്തായി വണ്ടി വന്നിട്ടില്ല. ഞാനിവിടെ പോസ്റ്റായിട്ട് നിൽക്കുക. ബസ് ഒരെണ്ണം ക്യാൻസലായിപ്പോൾ എൻ്റെ മെസ്സേജ് വന്നു റീഫണ്ട് കിട്ടുന്നു. രണ്ടാമത് ബുക്ക് ചെയ്ത ബസ് അതും കിട്ടിയില്ല. അത് ഇത്ര നേരമായിട്ടും വണ്ടി വന്നിട്ടില്ല. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. 11:30 വരേണ്ട വണ്ടി അത് ഡിലേ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. പക്ഷെ ഇത്ര നേരമായിട്ടും വണ്ടി വന്നിട്ടില്ല. അതിൻ്റെ പേര് സോന ട്രാവൽസ് എന്നാണ്. പക്ഷേ ആ വണ്ടി ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല കൈ. അപ്പം ആകെപ്പെട്ടു. ഇപ്പോൾ പോലീസുകാർ ഒന്ന് പിടിച്ച് ബാഗെല്ലാം മൊത്തം ചെക്ക് ചെയ്ത് നോക്കി. ആകെ സീനായിപ്പോയി. ആകെ എന്ത് ചെയ്യുമെന്നറിയാമെന്നുള്ള സമയം ഇപ്പം 12 കഴിഞ്ഞ്. ആരെ കണ്ടോണ്ട് ഇറങ്ങി നടന്നില്ല. വണ്ടി വന്നിട്ടില്ല. ആകെപ്പെട്ട് നിൽക്കുന്നു. എനിക്ക് റൂം എടുക്കണം, വേറെ പൈസ വേണം. ആകെപ്പെട്ട് പോയി. പോലീസ് പിടിച്ച് ബാഗെല്ലാം. ഞാൻ പറഞ്ഞ് ഞാൻ കഞ്ചാവോ മയക്കുമരുന്നോ അങ്ങനത്തെ ഒരു മദ്യം പോലും കഴിക്കാത്തൊരു വ്യക്തി. ബാഗ് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് തരണതോ. അവർ സോറിയൊക്കെ പറഞ്ഞിട്ട് പോയി. ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ക്യാൻസലായിപ്പോയി കേസ്. അപ്പം ഇനി നാളെ ട്രെയിനേ വരാൻ പറ്റുള്ളൂ. എൻ്റെ 2 ബസ്സും ക്യാൻസലായിട്ട് ക്യാൻസലിൻ്റെ ഒരെണ്ണത്തിന് റീഫണ്ട് കിട്ടി. ഒരെണ്ണത്തിന് റീഫണ്ട് കിട്ടിയിട്ടില്ല. ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ട് റൂമിൽ പോയി. പിന്നെയും പൈസ പോയി 1300 രൂപ.